إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം 10 ആശുറാഇൻ്റെ ദിവസത്തിലാണ് നമ്മളുള്ളത്. സ്ഥിരപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടനവധി ചരിത്രാധ്യായങ്ങൾ മുഹറം 10 ചേർത്തി പറയാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മൾ കാണുന്നതുമായ മുഹറം 10 ചരിത്രാധ്യായമാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും ബനു ഇസ്രായേലുകാരും ഫിറഔനിൻ്റെ കൊടിയ പരീക്ഷണങ്ങൾക്ക്, അവൻ്റെ പീഡനങ്ങൾക്ക് വിധേയമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയും അവരുടെ നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുകയും ചെയ്തപ്പോൾ ഫിറഔനും അവൻ്റെ സംഘവും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വിശ്വാസികളായ ബനു ഇസ്രായേലുകാരെയും പിന്തുടരുകയും അവരെ വധിക്കുമെന്ന നിലയെത്തുകയും ചെയ്തു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന രൂപത്തിൽ മുഅ്ജിസത്ത് പ്രകടമാക്കിക്കൊണ്ട് മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബനു ഇസ്രായേലുകാരെയും രക്ഷിക്കുകയുണ്ടായി. ആ ദിവസം മുഹറം 10 ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി. അപ്പോഴാണ് യഹൂദരുമായി കൂടുതൽ സമ്പർക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നത്. യഹൂദികൾ മുഹറം 10 ആശുറാഇന് നോമ്പനുഷ്ഠിക്കുന്നത് പ്രവാചകൻ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദൽ യൗം അല്ലദീ തസൂമുനഹു, നിങ്ങൾ എന്തിനാണ് ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അലീം, ഇന്നാണ് മഹത്തരമായ ദിവസം. അൻജല്ലാഹു ഫിഹി മൂസ വ ഖൗമഹു, മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബനു ഇസ്രായേലുകാരെയും അള്ളാഹു രക്ഷിച്ച ദിവസമാണ്. വഗറക ഫിർഔന വ ഖൗമഹു, അതുപോലെ തന്നെ ഫിറൗനിനെയും അവൻ്റെ കൂട്ടാളികളെയും കടലിൽ മുക്കിക്കൊന്നതുമായ ദിവസമാണ് ഇന്ന്. ഫസ്വാമഹു മൂസ ശുക്രൻ ഫനഹ്നു നസൂമുഹു, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മുതൽ മുഹറം 10 ആ ദിവസത്തിൻ്റെ വേളയിൽ ശുക്ർ പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാറുണ്ട്. ഞങ്ങളും അങ്ങനെ നോമ്പനുഷ്ഠിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔലാ ബി മൂസാ മിൻകും, മൂസാ നബിയോട് നിങ്ങളെക്കാൾ അടുത്തു നിൽക്കുന്നവർ ഞങ്ങളാണ്. ആദർശം കൊണ്ട്, മൂസാ നബിയുടെ ആദർശം കൊണ്ട് അടുത്തു നിൽക്കുന്നവർ ഞങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അമറ ബിസിയാമിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. എന്നിട്ട് സ്വഹാബികളോട് നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മുതൽ
മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, മുഹറം എന്ന മാസവും അതുപോലെ തന്നെ ദിവസവും ഒക്കെ കണക്കാക്കപ്പെടുന്നത് ഹിജറ കലണ്ടർ ഹിജറാബ്ദമായി ഇന്ന് ഇപ്പോൾ നമ്മളുള്ളത് 1448 ഹിജറ വർഷത്തിലാണ്. അത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനൊരു കലണ്ടർ വ്യവസ്ഥാപിതമാക്കി കൊണ്ടുവന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നപ്പോഴോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടെയോ അല്ല മുഹറം മുതൽ ദുൽഹജ്ജ് വരെ അവസാനിക്കുന്ന 12 മാസങ്ങളുടെ എണ്ണി തിട്ടപ്പെടുത്തലുകൾ ഉണ്ടായത്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ദിവസം ഓർത്തു വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, നമുക്കറിയാം അമ്പിയാക്കൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അവരുടെ സ്വയമേ താല്പര്യം കൊണ്ടൊന്നും ചെയ്യില്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അള്ളാഹുവിന് ശുക്ർ കാണിച്ചു നോമ്പനുഷ്ഠിച്ചു എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അന്ന് മുതൽ അല്ല, ലോകത്തിൻ്റെ പടപ്പുണ്ടായത് മുതൽ ഖുർആൻ പറയുന്നുണ്ട്, യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ പ്രകൃതി നിയമമാക്കിയത് 12 മാസങ്ങളാണ്. ആ മാസത്തിൽപ്പെട്ടതാണ് മുഹറം എന്ന ഗുണപാഠം നമുക്കുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ സന്ദർഭത്തിന് മറക്കാതെ അള്ളാഹുവിന് നന്ദി കാണിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, അസാസു ശുക്രി മബ്നിയുൻ അലാ ഖംസി ഖവായിദ്. 5 കാര്യങ്ങളാണ്, 5 മാനദണ്ഡങ്ങളാണ്, അല്ലെങ്കിൽ 5 നിയമങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കാൻ ഏത് അനുഗ്രഹങ്ങൾക്കും എടുക്കേണ്ടത്. അതിവിടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് അൽ ഖുദൂഉ ലിൽ മുൻഇം. ഏറ്റവും ഈ അനുഗ്രഹം തന്നിട്ടുള്ള നിഅമത്ത് തന്നിട്ടുള്ള അള്ളാഹുവിനോടുള്ള വിധേയത്വമാണ്. ഒന്നും നമ്മൾ ഉടമപ്പെടുത്തുന്നതല്ല. നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ രക്ഷപ്പെടുമായിരുന്നില്ല. മൂസാ നബിയുടെ കൂടെയുള്ള ബനു ഇസ്രായേലുകാർ പറഞ്ഞു വ ഇന്നാല മുദ്റകൂൻ, പിടിക്കപ്പെട്ടു. കാരണം മുന്നിൽ പാരാപാരം പരന്നു കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു നിലക്കും നീന്തി കടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള കടലാണ്, സമുദ്രമാണ് മുന്നിലുള്ളത്. പിന്നിലോ അധികാരമുള്ള എല്ലാ നിലക്കും അവകാശമുള്ള അവരെ ഇന്നുവരെ പീഡിപ്പിച്ച ഫിറൗനും സംഘവും സർവായുധമായി അവർ പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടും പിന്നോട്ടും പോയാൽ രക്ഷയില്ല. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ രക്ഷിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഫഔഹൈനാ ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാക്കൽ ബഹർ, ആ കടലിൻ്റെ ഭാഗത്ത് വടി കൊണ്ട് അടിക്കാൻ മൂസാ നബിയോട് കൽപ്പിച്ചു. ഫംഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം. ആ സമയത്ത് ആ ബഹർ, ആ സമുദ്രം ഇരുപാർശ്വങ്ങളിലേക്ക് മതിലുകൾ കണക്കെ മാറി നിന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മനുഷ്യരുടെ കഴിവിൽപ്പെട്ടതൊന്നുമല്ല സഹോദരങ്ങൾ, അത് മൂസാ നബിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു നിഅമത്തായിരുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. ഇന്ന് നേരം വെളുത്ത് ഈ സമയം വരെ ആയുസ് നിലനിർത്തുക എന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണോ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ? അല്ല, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അള്ളാഹുവിനോട് കീഴൊതുങ്ങലാണ്. ആ കീഴൊതുങ്ങലിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതൊന്നും എൻ്റെ കഴിവിൽപ്പെട്ടതല്ല, എൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന ഒരു ഉറപ്പ് മനസ്സിലാക്കലുണ്ടാകും, ബോധ്യമുണ്ടാകണം. എന്നിട്ട് ആരോഗ്യവും സമ്പത്തും കുടുംബവും സന്താനങ്ങളെയും എല്ലാത്തിനെയും സംവിധാനിച്ചു തന്ന അള്ളാഹുവിനോടുള്ള ഒരു ഖുദൂആണ്, കീഴൊതുങ്ങലാണ്. അതാണ് ശുക്രിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡം. രണ്ടാമത്തേത് ഹുബ്ബുഹു, ആ അനുഗ്രഹം തന്ന അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമാണ്. നമുക്ക് ജീവിതത്തിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തന്നാൽ അല്ലെ, പല നിലക്കും നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന ആളുകളുണ്ടാകും. പക്ഷെ ആ സഹായം വളരെ വിലപിടിപ്പുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോൾ അവരോട് നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട്. അത് അതേപോലെ തന്നെ നമുക്ക് സഹായങ്ങൾ ചെയ്തെന്ന് എല്ലാവരോടും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു 10,000 രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടുന്നു. ആ ജോലി തരുന്നു എന്നതും നമുക്കൊരാൾ ജോലിക്ക് എടുക്കുക എന്നതും ഒരു വലിയ സഹായമാണ്. പക്ഷേ അങ്ങോട്ട് തിരിച്ചു നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അത് നമ്മൾ ഓർത്തു വെക്കാറില്ല. എന്നാൽ അതേ ജോലി നമുക്ക് നൽകി ജീവിക്കാൻ നല്ലൊരു ഉപജീവന മാർഗത്തിൻ്റെ കാരണമായി ഇത്തരം കാര്യങ്ങൾ സംവിധാനിച്ചു തരുന്ന നമ്മുടെ മുതലാളി, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം തരുന്ന ആൾ തന്നെ ഒരു മാസത്തിൽ നമുക്കൊരു കുടുംബത്തിൽ അത്യാവശ്യമുണ്ട് എന്ന് കണ്ട് ഒരു 10,000-15,000 രൂപ കൂടുതൽ തന്നാലോ ആ അവസരം നമ്മൾ നന്നായി ഓർത്തു വെക്കും. അഥവാ നമുക്ക് ജീവിതത്തിൽ കിട്ടിയത് ഒരു വലിയ സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് കണ്ടറിഞ്ഞു നൽകിയ വ്യക്തിയോട് നമുക്ക് അതിരറ്റ സ്നേഹമുണ്ടാകും. അപ്പോൾ ആയുസ്സടക്കം, ആരോഗ്യമടക്കം, കുടുംബമടക്കം, വീടടക്കം എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിനോട് നാവ് അനക്കിയാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് സ്പഷ്ടമായി പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നമുക്ക് കഴിവുണ്ട്. അത് നമ്മുടെ ആരുടെയും കഴിവല്ല, അത് അള്ളാഹു നമുക്ക് നൽകിയ കഴിവാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്ലോസായി വാച്ച് ചെയ്താൽ, വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എത്രായിരം അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ എല്ലാം മറന്നുള്ള, അല്ലെങ്കിൽ ഒരു നിലക്കും അൺകണ്ടീഷണലായ
ഒരു നിബന്ധനകളും വെക്കാത്ത സ്നേഹം വിശ്വാസിക്കുണ്ടാകണം. മൂന്നാമത്തേത് വൽ ഇഅ്തിറാഫു ബി നിഅമതിഹി, ആ അനുഗ്രഹം തന്ന അനുഗ്രഹേതാവിനോട്, ദാതാവിനോട് അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. ആ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മൾ അത് നൽകിയ, അത് നമുക്ക് നിശ്ചയിച്ചു തന്ന സ്രഷ്ടാവിനോടുള്ള നമ്മുടെ ഒരു കടപ്പാടുണ്ട്. ആ കടപ്പാട് അത് തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിവ് തന്നെ വലിയൊരു കാര്യമായിരിക്കും. അത് അള്ളാഹിനോട് എടുത്തു പറയണം അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ. നാലാമത്തേത് വസ്സനാഉ അലൈഹി ബിഹ, അങ്ങനെ അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനോട് സ്തുതി അർപ്പിക്കലാണ്. ആ സ്തുതി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അവന് ഹംദും ശുക്റും നൽകേണ്ട എല്ലാ സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുക. നോമ്പനുഷ്ഠിക്കുന്ന സമയത്ത് ആ ബോധമുണ്ടാവുക, 5 വക്ത് നിസ്കാരങ്ങളുടെ സമയത്ത് ആ ബോധമുണ്ടാവുക, സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ അളന്നു മുറിച്ച് കൊടുക്കുമ്പോൾ ആ ബോധമുണ്ടാവുക, സമയവും ആയുസ്സും അധ്വാനവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ നൽകുന്ന ഓർമ്മയുണ്ടാവുക. അങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് സ്തുതി നൽകാനുള്ള, അവന് ശുക്ർ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവുക. അഞ്ചാമത്തെ കാര്യം വഅല്ലാ തസ്രിഫ നിഅമ ഫീമാ യക്റഹു അൽ മുൻഇം, അനുഗ്രഹദാതാവായ സ്രഷ്ടാവ് അവൻ വെറുപ്പ് പ്രകടമാക്കിയ കാര്യങ്ങളിലേക്ക് അവൻ നൽകിയ അനുഗ്രഹങ്ങളെ വിനിയോഗിക്കാതിരിക്കുക. ആരോഗ്യവും സമ്പത്തും അതടക്കമുള്ള അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് വെറുപ്പും കോപവും അവൻ്റെ ഇഷ്ടക്കേടും സമ്പാദിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ചെലവഴിക്കാതിരിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അസാസു ശുക്ർ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ ദിവസത്തെ ഓർത്തു വെക്കുകയും നോമനുഷ്ഠിക്കുകയും ചെയ്തു. ഫിറഔനിന്റെ പതനം നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. നോക്കൂ, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനാണ് ഫിറഔൻ, ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ നിങ്ങളുടെ സ്രഷ്ടാവാണ്, റബ്ബാണ് എന്ന് പറഞ്ഞ, എന്ന് ആക്രോശിച്ച, എന്ന് ആ നിലക്ക് എല്ലാ നിലക്കുമുള്ള അധികാരങ്ങളെയും ദുരുപയോഗം ചെയ്ത മനുഷ്യനാണ് ഫിറഔൻ. ആ ഫിറൗനിന്റെ പതനം എങ്ങനെയാണ്? ഫിറൗനൊരു വിചാരം ഉണ്ടായിരുന്നു, ലോകത്തെ ഭരിക്കുന്നത് ഫിറൗനാണ് എന്ന് അവൻ തന്നെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൈൽ നദിയുടെ അധിപനാണ് ഫിറൗൻ എന്നതായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തെ നിയന്ത്രിക്കാൻ എപ്പോഴും ജലസ്രോതസ്സുകൾക്ക് അതിൻ്റെതായ സ്വാധീനമുണ്ടാകും. അപ്പം നൈല് അന്നും ഇന്നുമൊക്കെ സംസ്കാരത്തെ നിർണ്ണയിക്കുന്നതിൽ ഒരു പട്ടണത്തെ പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നദിയാണ്. അപ്പം നൈൽ നദിയുടെ ഉടമസ്ഥൻ ആരാണ്? അത് ഫിറൗനാണ്. അപ്പോൾ ലോകത്തെ സംസ്കാരത്തെ നിർണ്ണയിക്കുന്ന ഒരു ജലസ്രോതസ് എൻ്റെ കീഴിലുണ്ട്, അതുകൊണ്ട് അതെൻ്റെ കീഴിലാണെന്ന് വന്നാൽ ലോകത്ത് ഏറ്റവും വിഭവമുള്ള ഒരു സ്രോതസ് എൻ്റെ കയ്യിലാണെങ്കിൽ ഞാനാണ് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ലോകത്തിൻ്റെ അധിപൻ എന്നാണ് ഫിറൗൻ മനസ്സിലാക്കിയത്. അതേ ജലസ്രോതസ്സിൽ തന്നെയാണ് ഫിറൗനിൻ്റെ പതനം അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നോക്കൂ, പര്യവസാനം എപ്പോഴും വിശ്വാസികൾക്കാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഫിറൗനിൻ്റെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ, ഏതൊക്കെ നിലക്കാണ് ഫിറൗൻ ബനൂ ഇസ്രായേലുകാരെ അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ചത്? യസ്തഹ്യൂന അബ്നാഅക്കും, അവരിലെ സ്ത്രീകളെ, യസ്തഹ്യൂന നിസാഅക്കും, അവർക്കിടയിലെ സ്ത്രീകളെ പീഡിപ്പിച്ചു, അവരുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിച്ചു. വയദ്ബഅഹുന അബ്നാഅക്കും, അവരുടെ സന്താനങ്ങളെ, പുരുഷന്മാരെ, ആൺകുട്ടികളെ വധിക്കുകയും സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്ത് അവരുടെ മനോനിലയെ തകർക്കുന്ന നിലപാടെടുത്തു. അതുപോലെ തന്നെ അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് എല്ലാ നിലക്കും അവരുടെ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന സമ്പത്തിൻ്റെ ഓഹരി അവർക്ക് നൽകാതെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് ബനൂ ഇസ്രായേലുകാരോട് നൽകിയ സന്ദേശമുണ്ട്. കാല മൂസാ ലി ഖൗമിഹി, ബനൂ ഇസ്രായേലുകാരോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിച്ചോളൂ. നിങ്ങൾ ഈ ഘട്ടത്തെ ക്ഷമാപൂർവം മറികടക്കാൻ വിശ്വാസത്തിൻ്റെ കരുതലും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സഹായത്തിൻ്റെ തേട്ടവും നിങ്ങൾ മുറുകെ പിടിച്ചു കൊള്ളുക. ഇന്നൽ അർള ലില്ലാ, ഈ ഭൂമി അള്ളാൻ്റെതാണ്, ഈ ഭൂമി ഒരു പടപ്പിൻ്റെയുമല്ല, ഈ ഭൂമിയിൽ അധികാരം കൈയാളുന്ന ഒരു മനുഷ്യൻ്റെയും ശക്തിയുടേതുമല്ല. ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. യൂരിസുഹാ മയ്യശാഉ മിൻ ഇബാദി, അവൻ്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യഥാക്രമം ഇത് കൈകാര്യം ചെയ്യാൻ അവൻ അവസരം കൊടുക്കുന്നു എന്നല്ലാതെ ആർക്കും ഇവിടെ സമഗ്രാധിപത്യമില്ല. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാലവും മുന്നോട്ട് പോകാൻ ഒരു പടപ്പിനും കഴിയില്ല. കാരണം ഈ ഭൂമി ആരുടേതുമല്ല, ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ഈ ഘട്ടത്തെ, ഈ പരീക്ഷണ ഘട്ടത്തെ ക്ഷമയോടുകൂടെ നിങ്ങൾ മുന്നോട്ട് കടക്കുകയാണെങ്കിൽ, ക്ഷമയോടുകൂടെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ, ആ ക്ഷമാപൂർവമായ നമ്മുടെ മുന്നോട്ട് പോക്കിൽ ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് സഹായം ചോദിക്കാനുള്ള ഈമാനും മനോഭാവവും നിങ്ങൾക്കുണ്ടെങ്കിൽ
വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആ സ്രഷ്ടാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ പര്യവസാനം അത് മുത്തഖീങ്ങൾക്കാണ്, വിശ്വാസികൾക്കാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു. അതാണ് ഫിറൗന്റെ പതനത്തിൻ്റെ സമയത്ത് നമ്മൾ കാണുന്നത്. എല്ലാ നിലക്കും അധികാരമുണ്ട്, എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം അവൻ്റെ പര്യവസാനത്തെ അള്ളാഹു എല്ലാവർക്കും ഗുണപാഠമാകുന്ന രൂപത്തിലേക്ക് എത്തിച്ചു. വമ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ. അള്ളാഹു അന്നും ഇന്നും ലോകത്തെ വിശ്വാസികളോട് നൽകുന്ന ഒരു ഉറപ്പാണ് വമ യത്തഖില്ല യജഅൽ ലഹു മഖ്റജ. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവർക്ക് അള്ളാഹു തുറവികളെ നൽകുമെന്നാണ്. ആ തുറവികളെ നൽകുന്നത് നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ കണക്ക് കൂട്ടുന്ന, നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർഗങ്ങളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല അള്ളാഹു നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ തഖ്വ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ തഖ്വ രഹസ്യവും പരസ്യവുമാകുന്ന വേളകളിൽ പുലർത്താൻ നിങ്ങൾ തയ്യാറാണോ? അള്ളാഹുവിന് കൊടുത്ത ബാധ്യത അല്ലെങ്കിൽ കരാറിനെ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെ അള്ളാഹു അവൻ്റെ സഹായം നിങ്ങൾക്ക് എത്തിക്കും. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം. അന്നു മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പനുഷ്ഠിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വിശ്വാസികളോട്, സ്വഹാബികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മദീനയിലെത്തി ഈ സന്ദർഭത്തിന് ശേഷമാണ് വിശ്വാസികളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. അന്ന് മുഹറം 10 നോമ്പ് പിടിക്കുക എന്നത് വാജിബായിരുന്നു, നിർബന്ധമായിരുന്നു. ഏതുവരെ? റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് വരെ മുഹറം 10ന്റെ നോമ്പ് വാജിബായിരുന്നു. പിന്നീട് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട സമയത്ത് അത് വേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും വലിയ പ്രതിഫലം ആശുറയുടെ നോമ്പിനുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. വസിയാമു യൗമി ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ല. ഒരു വർഷം, കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മുഹറം 10ന്റെ ആശുറയുടെ നോമ്പ് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അതിന് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു മാനദണ്ഡമുണ്ട്, ഒരു അടിസ്ഥാനം കൂടെയുണ്ട്. അത് പ്രവാചകൻ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്. യഹൂദികൾ മൂസാ നബിയുടെ ആ നിഅമത്തിനെ അനുസ്മരിച്ചുകൊണ്ട്, ശുക്ർ കാണിച്ചുകൊണ്ട് മുഹറം 10ന് നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളും അങ്ങനെ തന്നെ നോമ്പനുഷ്ഠിക്കുന്നു. അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ യഹൂദരോട് എതിരാകണം. സൂമു യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു. നിങ്ങൾ ഒരു ദിവസം, ആ അശുറാന്റെ ഒരു ദിവസം മുമ്പോ ഒരു ദിവസം പിമ്പോ നോമ്പനുഷ്ഠിച്ച് യഹൂദികളോട് എതിരാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ഇന്നലെയായിരുന്നു, താശുആന്റെ ദിവസം. ഇന്നലത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ നാളെ മുഹറം 10നോട് ചേർത്ത് നാളെ നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. അതെന്താ? അത് ഒരു മുഹറം 10ന്റെ മാത്രം കാര്യമല്ല, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഈ അഹ്ലു കിതാബുകാരോട്, യഹൂദരോട്, നസ്വാറാക്കളോട് അവരുടെ വിശ്വാസാചാരങ്ങളുടെ വിഷയത്തിൽ എതിരാകണമെന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തോട് അവരുടെ ആചാരാനുഷ്ഠാന വിഷയങ്ങളിൽ സാമ്യത പാലിച്ചാൽ, സദൃശ്യരായാൽ അവരിൽപ്പെട്ടവരാണെന്നാണ്. ഇത് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഒട്ടനേകം സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇടവേളകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുനിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, പുറത്തുനിന്നുള്ള നിസ്കാരത്തിന് അവസരം കിട്ടിയാൽ പ്രവാചകൻ ചെരുപ്പ് ധരിച്ച് തന്നെയാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. അതെന്താ അങ്ങനെ? ചെരുപ്പിൽ പ്രത്യേകിച്ച് നജസോ മറ്റു പ്രയാസങ്ങളോ ഇല്ലെങ്കിൽ വസ്ത്രം പോലെ ധരിക്കാൻ നജസിൽ നിന്ന് മുക്തമായതാണ് തൻ്റെ ചെരുപ്പെങ്കിൽ ചെരുപ്പ് ധരിച്ചാണ് പ്രവാചകൻ നിസ്കരിക്കാറുണ്ടായിരുന്നത്. എന്താ കാര്യം? അവിടെയും പഠിപ്പിച്ചത് ആരാധനയുടെ എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ പുറത്താണെങ്കിലും ചെരുപ്പ് അഴിച്ചു വെക്കണമെന്ന മനോഭാവവും ഒരാചാരവും കാണിക്കുന്നവരാണ് യഹൂദികൾ, നസാറാക്കൾ. അവരിൽ നിന്ന് എതിരാകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. അഥവാ നമ്മളും അവരും തമ്മിൽ ഒരുപോലെയല്ല. ആചാരാനുഷ്ഠാന വിഷയങ്ങളിൽ അവരിൽ നിന്ന് വിപരീതമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ വളരെ ക്ലിപ്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ഖേദകരമായ കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ഇസ്ലാമിൻ്റെ വസ്ത്രവും കുപ്പായവും ഒക്കെ ധരിപ്പിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി അതങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ മുമ്പത്തെ ഒരു ഖുത്ബയിൽ വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ദുശകുനം നോക്കുക, അല്ലേ? ദിവസങ്ങൾക്കും കാലങ്ങൾക്കും ഒക്കെ ശകുനം നിശ്ചയിച്ച് ഇന്നത്തെ ദിവസം നല്ലതിന് പറ്റും, ഇന്നത്തെ ദിവസം നല്ലതിന് പറ്റില്ല, ഒരു വിവാഹത്തിനും ഒരു വീട് കൂടലിനുമൊക്കെ ഇന്ന ദിവസങ്ങൾ പറ്റില്ല എന്ന് ഇസ്ലാമിനില്ല. അത് ഈ യഹൂദരുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. അതങ്ങനെ തന്നെ ഇസ്ലാമിൻ്റെ കുപ്പായം ധരിപ്പിച്ച് അതിന് ചില അറബി പേരുകളും ധരിപ്പിച്ച് നമ്മുടെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വിശ്വാസാചാരങ്ങളുടെ ഭാഗമായി യഹൂദരും ക്രൈസ്തവരും യഹൂദികളുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ക്രയവിക്രയത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന പലതിനെയും നമ്മുടെ തന്നെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, അല്ലെ? വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ജന്മദിന ആഘോഷങ്ങളുടെ വിഷയത്തിലൊക്കെ ഇതൊക്കെ അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ബാക്കി പത്രമാണ്. അതിങ്ങോട്ടൊക്കെ എടുത്ത് നമ്മുടെ തന്നെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ. വേറെ വിഭാഗം ആളുകളോ ഒരു മറയുമില്ലാതെ
ഈ വിഭാഗക്കാരുടെ ആഘോഷാനുഷ്ഠാനങ്ങളെ നമ്മളെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നതുപോലെ ആഘോഷിക്കാനും അനുഷ്ഠിക്കാനും തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ക്രിസ്മസ് വരുന്നു, അത് ഒന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയ കാലത്ത് കുട്ടികളെ സംബന്ധിച്ച്, യുവാക്കളെ സംബന്ധിച്ച് ജോലി സ്ഥലത്തും മറ്റൊന്നും അങ്ങനെ ഇന്ന മതസ്ഥരുടെ ആഘോഷം എന്നൊന്നുമില്ല. എല്ലാവരുടെയും ആഘോഷമാണ്. അള്ളാഹുവിന് കോപമാണ് എന്ന് ആകാശഭൂമികൾ തകർന്നു പോകട്ടെ എന്ന് അള്ളാഹു വിചാരിക്കുമാർ അള്ളാഹു കോപിഷ്ഠനാകുമെന്ന് പറഞ്ഞ തനിക്കൊരു മകനുണ്ട് എന്ന വാദത്തെ ആഘോഷിക്കുന്നവരുടെ ആദർശത്തിൻ്റെ കൂടെ ചേർന്ന് അവർ ധരിക്കുന്ന വസ്ത്രത്തെ പോലെ വസ്ത്രം ധരിച്ച് അവർ നടത്തുന്ന ആശംസാവാചകങ്ങളെ പോലെ ആശംസാവാചകങ്ങളെ ചൊല്ലി അവരെ പോലെ ആ ദിവസത്തെ ആഘോഷിക്കുന്ന സമുദായത്തിൽ കുട്ടികളുണ്ടാകാൻ, ആളുകളുണ്ടാകാൻ, അതൊന്നൊരു പ്രശ്നമല്ലാത്ത രൂപത്തിലേക്ക് നമുക്ക് തോന്നിത്തുടങ്ങാൻ. സഹോദരങ്ങളെ, നമുക്ക് കൃത്യമായ ആദർശത്തിൻ്റെ അടിസ്ഥാനമുണ്ടാകണം, അടിത്തറയുണ്ടാകണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അത് ഈ മുഹറത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകാൻ പാടില്ല. നമുക്കൊരു കൃത്യമായ അഡ്രസ്സ് ഉണ്ട്, നമുക്ക് കൃത്യമായ ഒരു ആദർശമുണ്ട്. അതിലൊരു നിലക്കും കടക്ക് കത്തിവെക്കുന്ന ഒന്നും ജീവിതത്തിൻ്റെ ഭാഗമാകാതിരിക്കണമെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ആദർശം കൊണ്ടും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ഒക്കെ ചേർന്ന് നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. സഹോദരങ്ങളെ, മുഹറം 10 ചരിത്രത്തിൽ സ്ഥിരപ്പെടാത്ത ഒട്ടനേകം അധ്യായങ്ങളെക്കുറിച്ച് പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നത് കാണാം. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം മുഹറം 10 കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വർഗ്ഗപ്രവേശനം മുഹറം 10. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്ഥിരപ്പെട്ടതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു ചരിത്രാധ്യായം മൂസാ നബിയുടെ ഫിറൗനിൽ നിന്നുള്ള രക്ഷപ്പെടലിൻ്റെ അതാണെങ്കിൽ, രണ്ടാമതൊന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കർബലയിൽ വെച്ച് നടന്ന മഹാനായ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. അതും മുഹറം 10 ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് എന്ന് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വിശദമായി തന്നെ കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താകണം, അഹ്ലുസുന്നയുടെ നിലപാടെന്താണ് എന്ന് ചോദിച്ചാൽ, രണ്ടു പക്ഷത്തിൻ്റെയും കാർക്കശ്യത്തിൻ്റെയും തീവ്രമായ നിലപാടിൻ്റെയും മധ്യയാണ് അഹ്ലുസുന്ന ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട്. അതെന്താ? ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതോടൊപ്പം അതിൽ സങ്കടം തോന്നാത്തവർ ഒരിക്കലും വിശ്വാസിയാവുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയെ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് വളരെ നിഷ്ഠൂരമായ കൊലപാതകം നടത്തി എന്ന് വാർത്ത നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന വേദനയെപ്പോലെ വേദനയാകണം, അതിൽ തർക്കമില്ല. എന്നാൽ ആ വേദനയെ ഒരു പരിധിക്കപ്പുറത്തു നിന്ന് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നിലപാടും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം, ഒരിക്കലും തന്നെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദ് ബിൻ മുആവിയ അഥവാ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ നേരിട്ടൊരു നിലക്കും ഇടപാടുകാരനല്ല എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അത് ചരിത്രത്തിൻ്റെ അധ്യാപനമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അന്ന യസീദ് ബിൻ മുആവിയ ലം യഅ്മുർ ബി ഖത്ലിൽ ഹുസൈൻ ബിത്തിഫാഖി അഹ്ലിൻ നഖൽ. ഇതുവരെയുള്ള ചരിത്രങ്ങളുടെ അഹ്ലുസുന്നയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ആളുകളുടെ ഇത്തിഫാഖാണ്, ഏകാഭിപ്രായമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളയണമെന്ന് യസീദ് ബിൻ മുആവിയക്ക് ഒരു നിലക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് അദ്ദേഹത്തിന് അജണ്ടയുമായിരുന്നില്ല. വലാകിൻ കതബ ഇല ബിൻ സിയാദ് അയംനഅഹു അൻ വിലായത്തിൽ ഇറാഖ്. ഇറാഖിലേക്ക് അവിടെയുള്ളൊരു വിഭാഗം ആളുകൾ ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ ഉദ്ദേശം വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവിടേക്ക് വരൂ, ഞങ്ങൾ നിങ്ങളെ നേതാവായി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് കത്തെഴുതിയപ്പോൾ അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളെ അടക്കി നിർത്തണമെന്ന ഉദ്ദേശത്തിൽ ഇബ്നു സിയാദിന് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ നേതൃത്വം ഏൽപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്ന്. വലമ്മ ബലഗ യസീദ് ഖത്ലുൽ ഹുസൈൻ അൽഹറ തവജ്ജുഅ അലാ ദാലിക് വലഹറൽ ബകാഅ ഫീ ദാരിഹി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എല്ലാം കഴിഞ്ഞ് ഇബ്നു സിയാദിൻ്റെ നേതൃത്വത്തിൽ തന്നെ വളരെ നിഷ്ഠൂരമായ കൊലപാതകം ഹുസൈൻ റളിയല്ലാഹു അൻഹു നടത്തി അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന വാർത്ത യസീദ് ബിൻ മുആവിയ അടുക്കലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടെയും കരഞ്ഞുകൊണ്ടാണ് ആ ദിവസം അദ്ദേഹം ചെലവഴിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അഥവാ യസീദ് ബിൻ മുആവിയക്ക് നേരിട്ട് ഈ വിഷയത്തിൽ പങ്കില്ല എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്നാൽ അദ്ദേഹത്തോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? ഫനഹ്നു ലാ നസുബ്ബുഹു വലാ നുഹിബ്ബുഹു. യസീദ് ബിൻ മുആവിയയെ നമ്മൾ കുറ്റം പറയുകയുമില്ല,
നമ്മൾ സ്നേഹിക്കുകയുമില്ല. അതാണ് അഹ്ലുസുന്ന എടുക്കുന്ന നിലപാട്. അദ്ദേഹത്തോടൊരു പ്രത്യേകിച്ച് മമതയോ സ്നേഹമോ അദ്ദേഹത്തെ ഒരു ഹീറോവൽക്കരിക്കുന്ന നിലപാടോ ഇല്ല. അതേസമയം അദ്ദേഹത്തിനെ പഴിചാരി അദ്ദേഹം വലിയ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സ്വരത്തിൽ ഒരിക്കലും സംസാരിക്കാനും പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് യസീദ് ബിൻ മുആവിയയെ കുറ്റം പറയുന്നവരുടെ ഉദ്ദേശം ഒരിക്കലും സതുദ്ദേശമല്ല. അവർ യസീദ് ബിൻ മുആവിയെ കുറ്റം പറയുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആരെങ്കിലും ഒരു ആക്ഷേപത്തിൻ്റെ വിശ്വാസം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നടന്നാൽ അവൻ്റെ വിശ്വാസം ശരിയല്ല, ഒരിക്കലുമല്ല. കാരണം അദ്ദേഹം സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് വഹ്യ് എഴുതുന്നത് രേഖപ്പെടുത്താനെന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ മരണം വരെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഏതെങ്കിലും നിലയ്ക്ക് ഒരു അനിഷ്ടം പ്രവാചകൻ പ്രകടമാക്കിയിട്ടില്ല. അദ്ദേഹം സ്വഹാബിയാണ് എന്നതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്നതുമായ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നത് സ്വഹാബികളുടെ സവിശേഷതയാണ്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മോശത്തരം ആരെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചാൽ, അത് കരുതിയാൽ അവൻ്റെ വിശ്വാസത്തിന് മങ്ങലേൽക്കപ്പെടുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. സ്വഹാബികളോട് എല്ലാവരോടും നമ്മുടെ നിലപാട് നിഷ്കളങ്കവും അതുപോലെ തന്നെ ഒരു ഉപാധികളുമില്ലാതെ ആ സ്വഹാബികളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യസീദ് ഇന്നെ കുറ്റം പറയുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം ഒട്ടും ശരിയല്ല. അവർ യസീദിലൂടെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്ലാമിലെ ഭരണാധികാരി, പ്രവാചകന്റെ സ്വഹാബി, പ്രവാചകന്റെ ഇഷ്ടതോഴൻ, പ്രവാചകന്റെ വഹിയെഴുത്തുകാരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാനാണ് അവർ ഈ പറയുന്ന എല്ലാവരും അവരുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിൽ സങ്കടപ്പെടാത്ത ഒരു വിശ്വാസിയല്ല. പക്ഷെ ആ സങ്കടത്തെ ഇന്നും അതൊരു വലിയ മൂവ്മെൻ്റാക്കി ഏറ്റെടുത്ത് വികാരമുണ്ടാക്കി വിശ്വാസികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി. അതിനു മുമ്പേ ഷഹീദായിട്ടുള്ള ഇസ്ലാമിൻ്റെ ധീരരക്തസാക്ഷികളായ ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരോടൊന്നുമില്ലാത്ത ഒരു സഹതാപത്തിൻ്റെയും വേദനയുടെയും വർത്തമാനം നമുക്ക് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലുമില്ല. അവരോടൊക്കെ നമുക്കുള്ള സ്നേഹം ഹുസൈൻ റളിയല്ലാഹുവിനോട് നമുക്കുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നത് വിശ്വാസികൾക്ക് ഏറെ വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് തീവ്രതയുടെയും മധ്യയാണ് അഹ്ലുസുന്ന വിഷയത്തിൽ നിലപാടെടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ചരിത്രം വളരെ വലിയ വ്യാപകമായ തോതിൽ, പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിലൊക്കെ വളരെ വ്യാപകമായ തോതിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ സ്വഹാബികളെയും ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന് വിശ്വാസപരമായി ഒരിക്കലും നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. ചരിത്രം കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കി നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഒരു പരീക്ഷണ വേളയിൽ ഈമാനോടെ സബറോടെ ആ പരീക്ഷണത്തെ നേരിടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.